ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ സമയം 7:30 സൺഡേ ആണ്, ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എണീക്കാൻ കുറച്ച് നേരം വൈകി. അപ്പോൾ ബാക്കി ജോലികളിലേക്ക് നിൽക്കട്ടെ. അപ്പോൾ ഇന്നൊരു ഒരു കുട്ടി വ്ലോഗ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഹാപ്പി സൺഡേ. എണീക്കാൻ ഇത്തിരി നേരം വൈകിയെങ്കിലും ഞാൻ വേഗം തന്നെ അടിച്ച് വാരി തുടച്ചിട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ വേഗം പോയി കുളിച്ചിട്ട് വിളക്ക് വെക്കുകയാണ് ചെയ്തത്. നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുളിക്കാതെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് രാവിലെ തന്നെ വേഗം കുളിച്ചത് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞേ കുളിക്കുള്ളൂ. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും വിളക്ക് കൊളുത്തി കഴിഞ്ഞ ശേഷം ടി വിയിൽ കുറച്ച് നേരം ഭക്തിഗാനം വെക്കിട്ടോ. പിന്നെ രാവിലെ മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭക്തിഗാനം പെട്ടെന്ന് അവർ മാറ്റിയിട്ട് അവർക്ക് വേണ്ട കാർട്ടൂണും കാര്യങ്ങളും വെക്കും. പട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജോലികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തീരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ. പിന്നെ ഇവിടെ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഏട്ടൻ ലീവിന് വരുമ്പോൾ മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ രാത്രി എന്നും അച്ഛനും അമ്മയും നമ്മളെ കൂടെ കിടക്കാൻ ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മൾ അവിടെ തനിച്ചല്ല നിൽക്കാറുള്ളത്. ഏട്ടൻ ആർമിയിലാണ്. അപ്പോൾ ഏട്ടന് ലീവ് കിട്ടുമ്പോൾ മാത്രമേ വരാറുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എൻ്റെ പിന്നെ ജോലികളിലേക്ക് നിന്നു. ചായക്ക് വെള്ളം വെച്ചു. പിന്നെ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി ഉണ്ടാക്കുന്നില്ല. കറി ഇന്നലെ ഗ്രീൻ പീസ് കറി വെച്ചതൊന്നും മക്കൾ കഴിക്കാതെ പിന്നെ രാത്രി കളയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ പുട്ടും പഴവും ആക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ടിനുള്ള പൊടിയിൽ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കി വെച്ചിട്ട് ഫസ്റ്റ് ആദ്യം പിന്നെ നാളത്തോടെ കൂടി മക്കളുടെ എക്സാമും കാര്യങ്ങളൊക്കെ തീർന്നു. സ്കൂൾ പൂട്ടു കേട്ടോ. കിച്ചുവിൻ്റെ എക്സാം കഴിഞ്ഞു. സച്ചൂട്ടന് നാളെയും കൂടെ ഒരു ഹിന്ദിയുടെയും പിന്നെ കളറിങ്ങിൻ്റെ എക്സാം കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയേ വേണ്ട. പിന്നെ ഇവിടെ ഒരു യുദ്ധം തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഞാനിത് വേഗം തീ പിടിപ്പിച്ച് ചോറിന് വെള്ളം വെച്ചു കേട്ടോ. ഗ്യാസിൽ ഇപ്പോൾ ഒരു സിലിണ്ടർ കാലി ആയതുകൊണ്ട് ഞാൻ പിന്നെ വിറകടുപ്പിലേക്ക് തന്നെ നിന്ന് ചോറിന് വെള്ളം വെച്ചു. പിന്നെ പൊടി കുറച്ച് നേരം കുതിർത്ത് വെച്ചതുകൊണ്ട് പിന്നെ നല്ല സോഫ്റ്റായി കിട്ടുമല്ലോ. പിന്നെ പുട്ടുണ്ടാക്കാനും വേണ്ടി നിന്നിട്ടോ. എന്തായാലും ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കും. ഇന്നലത്തെ ഞാൻ ജോലി എടുക്കാൻ കുറച്ച് മടി കാണിച്ചതുകൊണ്ട് എനിക്ക് വൈകുന്നേരം വരെ ജോലി തന്നെയായിരുന്നു. ഒരു ചോറും കറിയും ഉപ്പേരിയും ഒരു പപ്പടം ആണെങ്കിൽ പോലും അതങ്ങനെ ലാഗ് അടിച്ച് വൈകുന്നേരം വരെ കഴിക്കുന്ന വരെ അങ്ങനെ. പിന്നെ പാത്രം കഴുകാനൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ. പിന്നെ വേറെ മഴ പെയ്തു, ഇടി വെട്ടി. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ കിട്ടിയെന്നല്ലേ? ഇവിടേക്ക് ഇന്നലെ മഴ പെയ്തു, നല്ല ഇടി ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഇന്നത്തെ ജോലികളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തെടുക്കാൻ ശ്രമിക്കും കേട്ടോ. പിന്നെ ഞാൻ പുട്ടിനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനെന്ത് ചായ ചൂടാറിയിട്ട് കുറച്ച് രാവിലെ ചായ കുടിക്കാതെ ഒരു ജോലി എടുക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ. ചായ കുടിച്ചാൽ നമുക്കൊരു എനർജി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. എങ്കിലും ഇപ്പോൾ കുറച്ച് ചായ കൂടി കുറച്ച് കമ്മിയാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ എക്സാം കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച കിച്ചുവിന് വാർഷികമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു പ്ലാന് മനസ്സിലുണ്ട്. അതിന് മുന്നേ ഇവിടുത്തെ കുറച്ച് ചില്ലറ പണികളൊക്കെ തീർത്ത് പോകണം. അല്ലെങ്കിൽ നമ്മൾ വീട് പൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ വന്നാൽ പിന്നെ എനിക്ക് ഒരുപാട് പണി എടുക്കാനുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് വിഷു വരാറായില്ലേ. വിഷുവിൻ്റെ മുന്നേ ഏട്ടൻ നാട്ടിലേക്ക് വരും. അപ്പോൾ ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേയും വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് പോകാനുള്ളത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഒരു മുന്നേ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അപ്പം പിടിച്ചിട്ട് ജോലി ചെയ്യുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ ആദ്യം ഒരു പ്ലാനിങ് ഉണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ. അത് എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം അങ്ങനത്തെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിപ്പോൾ വീട് വെച്ച് മാറിയതിന് ശേഷം ഉത്തരവാദിത്തം കൂടിയതുകൊണ്ടുള്ളത് അങ്ങനെ വന്നൊരു പ്ലാനാണ് കേട്ടോ. അല്ലാതെ ആദ്യമേ എനിക്കൊരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു വീട് കൊണ്ട് നടക്കുന്ന ഒരു രീതിയിൽ എനിക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിന് തറവാട്ടിലാകുമ്പോൾ അമ്മയുണ്ട്, പിന്നെ ചേച്ചി ഏട്ടത്തിയമ്മ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാ ജോലികളും എടുക്കുകയും ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ ഒരു വീട് മൊത്തം നമ്മൾ കൊണ്ട് നടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്പാടി എണീറ്റ് വന്നു. അവനെ ഞാൻ വേഗം എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചിട്ട് അപ്പോൾ സച്ചുട്ടനെ വിളിച്ചിട്ട് ഒരു അനക്കോല്ലോ കേട്ടോ. പിന്നെ അവൻ എണീക്കട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും അവനാണല്ലോ നമുക്ക് എണീക്കാൻ കുറച്ച് നേരം വഴുകുന്ന ഒരാൾ അവൻ തന്നെയാണ്. അപ്പോൾ അവൻ എണീറ്റ് വരട്ടെ. പിന്നെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ അവനും ബുദ്ധിമുട്ടാണ്, പിന്നെ എനിക്കും അതിലും വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു പണി എടുക്കാൻ അവൻ സമ്മതിക്കില്ല. അങ്ങനെ അമ്പാടിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ലോഷനൊക്കെ തേച്ച് കൊടുത്തിട്ടോ. പിന്നെ അമ്പാടി വേഗം പോയി തൊഴുതു. അവന് ഞാൻ കുറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ പുട്ടായതുകൊണ്ട് അത് ഞാൻ അമ്പാടിക്ക് വാരി കൊടുക്കട്ടോ. ദോശയും നൂൽപുട്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനത് ടി വിയുടെ മുന്നിൽ വെച്ച് കൊടുത്താണത് തന്നെ കഴിക്കും. പുട്ടായതുകൊണ്ട് ഞാൻ വാരി കൊടുക്കും. കാരണം അല്ലെങ്കിൽ എനിക്കിത് രണ്ടാമത്തെ ജോലിക്ക് അവൻ വയ്ക്കും. കാരണം പുട്ടിൻ്റെ പൊടി മൊത്തം സോഫയിലോ നിലത്തൊക്കെ അവൻ ചിന്തിക്കളയും.
അങ്ങനെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് ഊറ്റി വെക്കാൻ കേട്ടോ. ചോറ് ഞാനിങ്ങനെ വാർത്ത് കുത്തുന്നത് എനിക്ക് ഭയങ്കര പേടിയാട്ടോ, അതുകൊണ്ട് ഞാൻ ഊറ്റി വെക്കുക ചെയ്യാറ്. അങ്ങനെ ചോറ് വെച്ചതിന് ശേഷം ഞാൻ ഊറ്റി വെച്ചതിന് ശേഷം ഞാൻ കറിയിലേക്ക് നിന്നു. അപ്പോൾ പരിപ്പ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചു. അതിലേക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഒരു ഹാഫ് പച്ചമുളക് ഇടണുള്ളൂ കേട്ടോ, കാരണം എരിവ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് മക്കൾക്ക്. പിന്നെ പരിപ്പ് കറി വേവാൻ വെച്ച സമയം കൊണ്ട് പിന്നെ ഞാൻ ബീട്രൂട്ട് നന്നാക്കാൻ നിന്നിട്ടോ. ബീട്രൂട്ടാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ഇത്തിരി പുട്ടിന് എടുത്ത തേങ്ങയും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ സമയമായപ്പോഴത്തേക്ക് കിച്ചു തറവാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് അവൻ തിരിച്ച് വന്നത് തന്നെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റി വീണ്ടും തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ ഇന്നും പ്രാക്ടീസ് തറവാട്ടിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ കുളിച്ച് പോയിട്ടോ തറവാട്ടിലേക്ക് തന്നെ. അങ്ങനെ എൻ്റെ കറി വെന്തു, കറി വറവിട്ടു, കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് വറവിട്ടു. പിന്നെ ഞാൻ ബീട്രൂട്ട് ഉപ്പേരിക്കും വേഗം തന്നെ റെഡി ആക്കിയിട്ടോ. അപ്പോൾ തീ ഇങ്ങനെ കത്തുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർന്നു കിട്ടും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ സെറ്റാക്കി വെച്ചാൽ നമ്മുടെ ജോലി പെട്ടെന്ന് തീരും. അങ്ങനെ നമ്മുടെ സച്ചുടൻ ഇതാ എഴുന്നേറ്റ് വന്നു. അവന് ഞാൻ വേഗം കൈയോടെ തന്നെ കുളിപ്പിച്ച് ചായ കൊടുത്തു. അപ്പോൾ അവൻ TV കണ്ട് ചായ തന്നെ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇന്നലത്തെ ഒരു ചക്കയുടെ ചക്ക ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെറും ചക്ക തന്നെയാണ്. അപ്പോൾ ചക്കയുടെ കുറച്ച് പകുതി ഞാൻ മാറ്റി വെച്ചിരുന്നു, കാരണം മക്കൾക്ക് അത് പഴുപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് അതൊരു കുറച്ച് മധുരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറിച്ചെടുക്കാറുണ്ടോ. ഈ സമയം ആയപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ടോ. അച്ഛൻ ഇന്ന് പണിയില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു അച്ഛൻ മക്കളെ കാണാൻ വേണ്ടി ഉള്ള ചക്ക ഞാൻ പറിച്ചെടുത്തു. പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് അച്ഛൻ ചക്കയും ചായയും കൊടുത്തു. അച്ഛനോട് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അമ്പാടി അച്ഛൻ്റെ കൂടെ പോയിട്ടില്ല കേട്ടോ, എന്താ അറിയില്ല. അച്ഛനെ കണ്ട സാധാരണ അവൻ പോകുന്നതാണ്. അങ്ങനെ അച്ഛൻ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അച്ഛൻ പോയി തറവാട്ടിലേക്ക് തന്നെ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ട് അടുക്കളയൊക്കെ മൊത്തം ക്ലീൻ ആക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി കുറച്ച് അലക്കാനുണ്ട്, അത് അലക്കണം. അപ്പോൾ മെഷീനിൽ ഇടാന്നിട്ട് വിചാരിച്ച് പുറത്ത് നമുക്ക് തൊട്ടടുത്തൊരു വീട് പണി നടക്കുന്നുണ്ട്, അവിടെ ഫുള്ള് പണിക്കാരാണ്. ജോലികളും തീർന്നതിന് ശേഷം മക്കളെ കൂടെ കുറച്ച് നേരം TV കണ്ടിരുന്നിട്ട്. അപ്പോൾ നമ്മളുടെ സൺഡേ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.